വാർത്തകൾ തുടരുന്നു. കടമ്പഴിപ്പുറത്ത് നടന്നു വന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ സുബ്രതോ മുഖർജി ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. 2 ദിവസങ്ങളിലായി നടന്നു വന്ന ടൂർണമെന്റ് വെള്ളിയാഴ്ചയാണ് ആരംഭിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും നല്ല സ്കൂൾ ഫുട്ബോൾ ടീമിനെ തിരഞ്ഞെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനത്തൊട്ടാകെ റവന്യൂ ജില്ലാ തലത്തിൽ 11th ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഉപജില്ലയിൽ നിന്നും 1ാം സ്ഥാനം നേടിയ ടീമിനെ റവന്യൂ ജില്ലയിലേക്കും, അവിടെ നിന്ന് 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ടീമിനെ സംസ്ഥാന തലത്തിലേക്കും, അവിടെ നിന്നും വിജയിച്ച ടീമിനെ ദേശീയ തലത്തിലേക്കും പങ്കെടുപ്പിക്കും. വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള റവന്യൂ ജില്ലാ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. കടമ്പഴിപ്പുറം GUP സ്കൂളിൽ വെള്ളിയാഴ്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. രവീന്ദ്രനാഥ് ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. സലീം, അസോസിയേഷൻ സെക്രട്ടറി KV ജോർജ്, KK അനിൽകുമാർ, ജിജി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. റവന്യൂ ജില്ലയിലെ 12 സബ് ജില്ലകളിൽ നിന്നായി 12ഓളം ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. അസോസിയേഷൻ സെക്രട്ടറി KV ജോർജ്, ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ ജിജി ജോസഫ്, KK അനിൽകുമാർ എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. കുലിക്കല്ലൂർ GMLP സ്കൂളിൽ കമ്പ്യൂട്ടർ ഉദ്ഘാടനവും സൗജന്യ യൂണിഫോം വിതരണവും CP മുഹമ്മദ് MLA നിർവഹിച്ചു. ചടങ്ങിൽ കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സുലൈഖ അധ്യക്ഷത വഹിച്ചു. CP മുഹമ്മദ് MLA കുലിക്കല്ലൂർ GMLP സ്കൂളിലേക്ക് കമ്പ്യൂട്ടർ അനുവദിച്ചത്. കമ്പ്യൂട്ടറിന്റെയും LCD പ്രൊജക്ടിന്റെയും ഉദ്ഘാടനവും സൗജന്യ യൂണിഫോം വിതരണവുമാണ് ശനിയാഴ്ച MLA നിർവഹിച്ചത്. കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം രാജൻ പൂതനായിൽ, ഇബ്നു മുഹനുദ്ദീൻ, അബ്ദുറഹ്മാൻ, KP മുഹമ്മദ് കുട്ടി, സുജാത എന്നിവർ സംസാരിച്ചു. സാധാരണ ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് 100-ൽ താഴെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളൊക്കെ വേണ്ട എന്നൊരു ആലോചന ഗവൺമെന്റ് ഉണ്ടാവുകയുണ്ടായി. അന്ന് ഞങ്ങളുടെയൊക്കെ എതിർപ്പിനെ മാനിച്ചുകൊണ്ടാണ് ആ തീരുമാനം മാറ്റിയത്. ഈ ഗവൺമെന്റ് സ്കൂളിൽ 71 കുട്ടികളാണ് പഠിക്കുന്നത്. കർക്കിടക മാസം 30 വെള്ളിയാഴ്ചയോടനുബന്ധിച്ച് മണ്ണാർക്കാട് ആപത്ത് കാത്ത് ഗണപതി ക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾ നടന്നു. വൈകുന്നേരം നടന്ന കൂട്ടുവിളക്ക് നിറമാല ആഘോഷത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. തുടർന്ന് പഞ്ചവാദ്യവും ഉണ്ടായിരുന്നു. യൂസ്ഡ് കാർ, റിയൽ എസ്റ്റേറ്റ്, ട്രാവൽ ആൻഡ് ടൂറിസം മേഖലകളിലെ പ്രവർത്തനവുമായി തൂതാപ്പാറലിൽ ക്വിക്ക് ആൻഡ് സേഫ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാഴാഴ്ച രാവിലെ നടന്ന ചടങ്ങിലാണ് തൂതാപ്പാറലിൽ പ്രവർത്തനം ആരംഭിച്ച ക്വിക്ക് ആൻഡ് സേഫ് എന്ന സ്ഥാപനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. സ്ഥാപനത്തിലൂടെ ലഭ്യമാവുന്ന സേവനങ്ങളുടെ ഉദ്ഘാടനം പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങളും നിർവഹിച്ചു. പച്ചീരി നാസർ, കൊളക്കാടൻ അസീസ്, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശീലത്ത് വീരാൻകുട്ടി, അഡ്വക്കേറ്റ് S. അബ്ദുൽ സലാം തുടങ്ങിയ വിവിധ രംഗങ്ങളിലെ പ്രമുഖർ നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. യൂസർ കാർ, റിയൽ എസ്റ്റേറ്റ്, ട്രാവൽ ആൻഡ് ടൂറിസം തുടങ്ങിയ മേഖലകളിലെ വിവിധ സേവനങ്ങൾ ക്വിക്ക് ആൻഡ് സേഫിലൂടെ ലഭ്യമാവുമെന്ന് ഉടമസ്ഥൻ റഷീദ് പാറൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണം നടത്താനും വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒറ്റപ്പാലം നഗരസഭയ്ക്ക് സമയമില്ല. ശനിയാഴ്ച നടന്ന കൗൺസിൽ യോഗത്തിലും ബഹളത്തെ തുടർന്ന് 17 അജണ്ടകൾ ഒറ്റയടിക്ക് പാസാക്കി ചെയർപേഴ്സൺ ഇറങ്ങിപ്പോയി. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പട്ടാമ്പി ഓങ്ങല്ലൂരിൽ നിന്നും സബ് കളക്ടർ മാറ്റാൻ നിർദ്ദേശിച്ച ആക്രി സാധനങ്ങൾ വല്ലപ്പുഴയിൽ ശേഖരിക്കുന്നു. ആക്രി ശേഖരണം വല്ലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ഉടൻ നീക്കം ചെയ്യുമെന്ന് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ. യാത്രക്കാരാണ് KSRTC ബസ്സുകളെ നിലനിർത്തേണ്ടതെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി. പെരിന്തൽമണ്ണയിൽ നിന്നും അലിഗഡ് കേന്ദ്രത്തിലേക്ക് KSRTC ബസ് സർവീസ് ആരംഭിച്ചു. ശക്തമായ കാറ്റിൽ ഏലംകുളം മുതുകുറിശ്ശിയിൽ വ്യാപക കൃഷിനാശം. നശിച്ചതിൽ ഓണത്തിന് വിളവെടുക്കുന്ന കുലച്ച നേന്ത്രവാഴകൾ. കണ്ണീരിൽ കുതിർന്ന കർഷകർ. തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ സംഘടിതമായ ചെറുത്തുനിൽപ്പ് അനിവാര്യമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.